വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ നിർത്തി അവര് നിർത്തിയോ? ഇവര് അവിടെ എവിടെയൊക്കെ നിർത്തി. വർഷമല്ലേ പോകാൻ പറഞ്ഞു. നീ അങ്ങോട്ട് പോന്നേ? അവര് അങ്ങോട്ട് പോവാറ്. എങ്ങോട്ട്? ഏത് സ്ഥലം? ധോണി പാർക്ക്. പിള്ളേർ എടുത്തില്ലേ? ഭയങ്കര വലത്ത് പിടിച്ചാ എടുക്കുന്നത്. അങ്ങനെ എടുത്തില്ല. രോഹിണി ലേക്ക്. നമ്മൾ സിൽഗുഡിയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പാർക്കാണ് രോഹിണി പാർക്ക്. അതിൽ ഒരു തടാകവും ഒക്കെ ഉണ്ട്. ഇവിടെ ചുറ്റിനും മനോഹരമായ ഒരു പാർക്ക്. ഇവിടെ കുറേ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഈ തടാകത്തിൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേക്ക് ബാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ആ സൈഡിലോട്ട് പോയിട്ട് വരാടോ. ബാ, കറങ്ങിയിട്ട് നമുക്ക് പോകാം. ബാ, पूरा राउंड 200 रुपया. ഞാൻ എടുത്തോണ്ട് കോള വെച്ച് എടുത്തോണ്ട് പോകും. എടാ, ഇതിന്റെ മുകളിൽ കയറാൻ പറ്റും കേട്ടോ. ഇതിന്റെ മുകളിൽ കയറിയിരിക്കാം. അമ്മ ഇത് വലിയൊരു തടാകമാണ്. ഇതാ ചെറിയൊരു പാലത്തിനടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഓ, ഇത് കൊള്ളാം പാലം. ഈ തടാകത്തിന് ഇങ്ങനെ ചുറ്റും കറങ്ങിയാണ് ആ കുതിര സവാരി നടത്തുന്നത്. ഒരു കറക്കത്തിന് 200 രൂപ എന്നാണ് പറഞ്ഞത്. ഇവിടെ ബോട്ട് സവാരി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എടാ, അവിടെ പോയി ഇന്ന് ചോദിച്ച് എത്ര രൂപ ബോട്ടിൽ കയറുന്നതിന് എത്ര രൂപയെന്ന് ചോദിച്ചെന്ന് പോയി. അതാ അവിടെ അങ്ങേപ്പുറ കൗണ്ടർ. ആഹാ, ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ നല്ല രസമുണ്ട്. പാർക്ക് തടാകവുമൊക്കെ.
പക്ഷേ ഇതിനകത്ത് പട്ടിയെല്ലാം നിറഞ്ഞു കിടക്കുക. മഴ പെയ്യുന്നുണ്ടായിരിക്കും പട്ടി കയറി കിടക്കുന്നത്. ഇപ്പം നമ്മൾ രോഹിണി ലേക്ക് പാർക്കും എല്ലാം കണ്ടിട്ട് കർസിയാങ്ങിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള വ്യൂകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മഞ്ഞും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് കർസിയാങ്ങിലോട്ട്. അവിടുന്ന് ഡാർജിലിംഗിലേക്ക് 10-25 കിലോമീറ്ററേ ഉള്ളൂ തോന്നുന്നു. പോകുന്ന വഴിക്ക് നല്ല തേയിലത്തോട്ടങ്ങളും ഒത്തിരി വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട്. ഈഗിൾസ് ക്രാഗ് ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. നമ്മളേതായാലും അങ്ങോട്ട് പോകുന്നില്ല, വിശന്നു, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഇനി കർസിയാങ്ങിൽ പോയിട്ട് ഏതെങ്കിലും ഒരു റൂം എടുത്തിട്ട് നമുക്ക് അവിടെ തങ്ങാം, അല്ലേ നല്ലത്. നമ്മുടെ അവിടെ ഏറ്റവും സ്ഥലമുണ്ട് എവിടെ മഴ പെയ്യുന്നുണ്ട്. കേരളത്തിൽ എത്ര ഹിൽ സ്റ്റേഷനുകളുണ്ട്? മെയിൻ 1 മൂന്നാർ, പിന്നെ 2 വയനാട്, പിന്നെ വാഗമൺ, ഇടുക്കി, പിന്നെ തേക്കടി, പിന്നെ പൊന്മുടി, നെല്ലിയാമ്പതി, അങ്ങനെ കുറേ ഉണ്ട്. എവിടെയെങ്കിലും നിർത്തി കഴിച്ചിട്ട് പോകാം നമുക്ക്. എന്താ ഇത് കഴിക്കുന്ന കാര്യം പറയാട്ടോ. ഞങ്ങളത് ഫുഡ് ഉണ്ടാക്കി പോകും. അതെവിടാ പോണോ? റെയിൽവേ ക്രോസ് ആണ്. റെയിൽവേ ക്രോസ് അല്ല, റെയിൽവേ പാലം അല്ല, റെയിൽവേ ലൈൻ. റോഡൊന്നും കുഴപ്പമൊന്നുമില്ല.